കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരണ്ടേ. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് കളഭത്തിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാനായിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവാം. ഇന്നിപ്പോൾ കല്യാണമൊക്കെ അത്യാവശ്യം നല്ല 175 കല്യാണത്തോളം ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ആകെ മൊത്തം കല്യാണത്തിരക്കും ഭക്തജനത്തിരക്കും എല്ലാം കൂടി നല്ല തിരക്ക് തന്നെ. കൊടിമരം വഴിയൊക്കെ വിട്ടിരുന്നു, ഇപ്പോൾ അടച്ചിട്ടേ ഉള്ളൂ. നമുക്കെന്തായാലും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് പോവാം. ഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ച് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ഗോപുരവാതിൽ കടന്ന് ഗോപുരനട എത്തി ആ വാതിൽപ്പടി കയറുകയാണ്. കയറുമ്പോൾ തന്നെ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ പ്രകാശം, നെയ്വിളക്കിൻ്റെ പ്രകാശം, അതായത് സ്വർണ്ണ വിളക്കിലുള്ള ആ ഒരു പ്രകാശം, അതുപോലെ വെള്ളി വിളക്കിലുള്ള ആ പ്രകാശം അത് നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് നമ്മളെ മനസ്സ് പറയും. ആ ഒരു വെളിച്ചം കണ്ടാൽ തന്നെ ഗുരുവായൂരപ്പനെ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇടത് വശത്തുള്ള ആ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. അതൊന്ന് നോക്കി തൊഴാം. എന്നിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. കാരണം ഭക്തോത്തമനായ മേൽപ്പത്തൂരാണ്. നമ്മൾ സ്മരിച്ചാൽ അത്രയും നല്ലത് തന്നെ. അതുപോലെ വലത് വശത്തുള്ള തൂണ്, ആദ്യം കാണുന്ന തൂണ് ഒന്ന് നോക്കി തൊഴാം. അവിടെ നരസിംഹാവതാരം രൂപം കാണിച്ചു കൊടുത്തു എന്നാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ട് തൊഴുത് പിന്നെ നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ മത്സ്യത്തിൻ്റെ ഉടലിങ്ങനെ കാണുന്നു. ആ പാലൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാനുണ്ട്. മത്സ്യരൂപിയായിട്ടാണ് കേട്ടോ ഭഗവാൻ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കണം. അര വരെ മത്സ്യരൂപത്തിനും അതിൻ്റെ പുറകിൽ മേലേക്ക് നോക്കുമ്പോൾ ആ മാറും, വിരിഞ്ഞ മാറൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നു. അതുപോലെ 4 ചതുർബാഹുവായിട്ടാണ്, മഹാപ്രഭുവായിട്ടാണ്, ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി മത്സ്യാവതാരമൂർത്തിയായിട്ട് ആണ് നിൽക്കുന്നത്. മുഖത്ത് ശരിക്കും കുറച്ച് കണ്ണൻ്റെ യഥാർത്ഥ രൂപം വന്ന മാതിരി തോന്നുന്നു. കുറച്ച് ഒരു നീല കളറുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. അതേപോലെ തിരുമുടിമാലയുണ്ട് 2 വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, പിന്നെ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാലയും 2 ഉണ്ട്. വലിയ 2 ഉണ്ടമാലകളാണ്. അതും വെളുത്ത പൂവിനാണ് പ്രാധാന്യം. ചെറിയ ഒരു തെച്ചിപ്പൂവ് ഇടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ കൈവേളകളെ ഒക്കെ കാണാനുണ്ട്. ആ ഗദ കളഭം കൊണ്ടാണ് ചാർത്തിയിട്ടുള്ളത്. ശംഖും ചക്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. പത്മൊരു താമരപ്പൂവ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു അലങ്കാരമാണ് ചതുർബാഹുവായ വിഗ്രഹത്തിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ ആ കളഭാലങ്കാരം മുന്നൂലം സതീശോദികൻ്റെ മകൻ ശ്രീശാന്തോദിക്കനാണ്. മുന്നൂലം ശ്രീശാന്തോദിക്കൻ വളരെ നല്ല മനോഹരമായിട്ടുള്ള ആ മത്സ്യാവതാരമൂർത്തിയെ, അങ്ങനെ മഹാപ്രഭുവിനെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ തിരുനടയിലാണ്. ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. എല്ലാവരും മനസ്സിലങ്ങോട്ട് വിചാരിച്ചോളൂ. എന്നിട്ട് ഗുരുവായൂരപ്പനെ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ച്, ആ മത്സ്യാവതാരമൂർത്തിയെ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ച് തൊഴുക. അപ്പോൾ നമ്മൾ ഗുരുവായൂർ വന്ന ആ ഒരു പ്രതീതി ഉണ്ടാവും. ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ആ കാണുന്ന ആ കല്ല്, അഗ്നികോണിലുള്ള ആ ബലി തൂവുന്ന കല്ല് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട്
ഗണപതി ഹോമം നടത്തുന്നതും അതുപോലെ ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതുമായ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നീട് തിരിച്ച് നോക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ വരച്ച ചിത്രം കാണാം. പച്ചക്കളറുള്ള ആലില, അതിൽ കണ്ണൻ, ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഉണ്ണീനെ കാണാം. പിന്നെ നമ്മൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്ത് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്തൊക്കെ നിറയെ അലങ്കാരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കദളിപ്പഴമൊക്കെ കൊടുത്തിട്ടുണ്ട്, ധാരാളം മാലകളുണ്ട്. അപ്പോൾ എല്ലാവരും ഗണേശനെ കണ്ട് തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവിനെ തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ പോരുമ്പോൾ ആ ചന്ദന അരയ്ക്കുന്ന സ്ഥലമൊക്കെ കാണാം. അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ പോരുമ്പോൾ വീണ്ടും നമ്മൾ മത്സ്യാവതാരമൂർത്തിയെ കാണും. വരാഹം, നരസിംഹം, വാമനം വരെ ഉള്ള കൂർമ്മമൊക്കെ കണ്ട്, മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിരവിടെ ശ്രീകാന്തോദിക്കനിരിക്കണം. അപ്പോൾ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അതൊക്കെ തൊട്ട് പിന്നെ നമ്മൾ വാമനാവതാരം കാണും, ഗജേന്ദ്രമോക്ഷം കാണാം. മഹാവിഷ്ണുവിനെ, ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെ ധാരാളം മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യ് ഒഴിച്ച് അതിൽ നിന്നിങ്ങനെ പ്രകാശം വരുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ ഒന്ന് മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അവിടെ ആകുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. കഴിവതും ആളുകൾ, ഭക്തരെല്ലാവരും ആ മുൻവശത്തൊന്നും നമസ്കരിക്കാതെ പുറകുവശത്ത് വന്ന് നമസ്കരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വിഘ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് മുൻവശത്തൊക്കെ ആണെങ്കിൽ എണീക്കൂ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വിഘ്നമാവും. അപ്പോൾ അതിലേക്കും നല്ലത് വളരെ നമുക്ക് സൗകര്യപ്രദമായ, ഭഗവാനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കാം. പിന്നീട് തിരിച്ചിങ്ങോട്ട് കയറി വരുമ്പോൾ ശ്രീരാമചന്ദ്രനെയും അതേപോലെ ബലരാമനെയും അതേപോലെ ഭാർഗവരാമനെയൊക്കെ കണ്ട്, കൃഷ്ണനെയൊക്കെ കണ്ട്, ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് മുരുകനെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒരു കുങ്കുമം കൊണ്ടുള്ള അഭിഷേകം കാണാണ്ട് ഒരു ചെറിയ മാലയുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുതോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം ഭാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞ് നേരെ ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ ആ ചുമരിൻ്റെ മുകളിൽ ആ താമരക്കണ്ണനെ കാണാം, കണ്ടു തൊഴാം. വീണ്ടും നമ്മൾ കിഴക്ക് വശത്ത് കാണുമ്പോൾ ആ ഗ്രില്ല് ഇങ്ങനെ ഇട്ടത് കാണാം. അത് കടന്ന് അങ്ങോട്ട് പോയി ആ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്തറ, അവിടെ കിടാവിളക്ക് കത്തി നിൽക്കുന്നു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഏത് രൂപത്തിലാണോ നൃത്തം ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ വന്ന് കളിയാടുന്ന ആ ഒരു പ്രകൃതി നമുക്ക് കാണാം. അങ്ങനെ വന്ന് വീണ്ടും വരുമ്പോൾ കുറൂരമ്മേനെയും അതേപോലെ നാരദരെയും ആ കൃഷ്ണാട്ട രൂപവും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. വീണ്ടും നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്, എങ്കിലും സുഖമായിട്ട് തൊഴാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പോയിട്ട്
നോക്കാം. അപ്പോൾ എന്താ എന്നിങ്ങനെ നല്ല ആ ഒരു മേക്കപ്പൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ, അലങ്കാരങ്ങളായി വരുന്നേ ഉള്ളൂ. സ്വർണത്തിൻ്റെ പൊട്ട് വെച്ചിട്ടുണ്ട്, 2 നെക്ലസ് പോലത്തെ മാല ഉണ്ട്, അതൊക്കെ ചേർത്ത് സ്വർണത്തിൻ്റെയാണ്. അതൊക്കെ ഇങ്ങനെ ആയിട്ടിങ്ങനെ പട്ട് ഞൊറിഞ്ഞെടുത്ത് അമ്മ അങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് വേറൊരു വിഗ്രഹം കൂടിയും കാണാം. അപ്പോൾ ശിവേലി പുറത്തേക്ക് ഇറക്കാമെന്നോ, ശിവേലിയല്ല, ഭഗവതിയുടെ പുറത്തേക്ക് പോകുന്ന തിടമ്പ് കാണുന്നു. അതൊക്കെ കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും ആ എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ, തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ വടക്ക് കിഴക്കേ മൂലയിലെത്തിയിട്ടൊന്ന് പിന്തിരിഞ്ഞ് വടക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് നോക്കുക. മമ്മിയൂരേക്ക് നോക്കിയിട്ട് മമ്മിയൂർ പോയി തൊഴുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ ആ ഒരു പ്രതീതി നമ്മളിലേക്ക് എത്തും. ആ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം കൂടി നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വരിക. വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ മത്സ്യരൂപിയായ ആ ഭഗവാനെ, ചതുർബാഹുവായ മഹാപ്രഭുവിനെ ഒന്നുകൂടി കാണാൻ പറ്റും. അവിടെ നിന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക, വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. അവിടെ നിന്ന് തിടമ്പൊക്കെ ഇങ്ങനെ വലിയ ബാക്ക് സൈഡിൽ നല്ല ഇതുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ നീല കളറുള്ള പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വരുമ്പോൾ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ മുരളീധര സ്വരൂപം കാണാം. അത് കണ്ട് തൊഴാം. പിന്നീട് നമ്മളൊന്ന് കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നിട്ട് വീണ്ടും കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡധ്വജനെ കാണാം. അപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ട് തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.